ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ബീഡ്സ് ഡിസൈൻ ബോർഡ് വെച്ചിട്ട് ഒരു 2 ലെയർ മാല ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഡിസൈൻ ബോർഡ് ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയ ഒരു ഐറ്റം തന്നെയാണ്. നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്, 450 രൂപ കൊടുത്തിട്ട് വാങ്ങിയതാണ്. ഗ്രേ നിറത്തിലുള്ളൊരു ബോർഡാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സർഫേസാണ് ഇതിനുള്ളത്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് മെഷർമെൻ്റ് എടുത്തിട്ട് ഒരു മാല ചെയ്യാം എന്നുള്ളതാണ്. 3 ലെയർ വരെ മാല ഇതിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് സെൻറ്റിമീറ്റർ ഇഞ്ച് കണക്കൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ സെൻറ്റിമീറ്ററിൻ്റെ കണക്ക്, അവസാന ഭാഗം ഇഞ്ച് കണക്ക് ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇതിന് 6 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. നമ്മുടെ ബീഡ്സൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു 6 അറകളും ഉണ്ട്. കൂടാതെ ഇതിൽ 3 ചാനലുകൾ നമുക്ക് കാണാൻ പറ്റും. ബീഡ്സ് സെറ്റ് ചെയ്ത് നോക്കാൻ വളരെ എളുപ്പമാണ് ഈ 3 ചാനൽ. അത് നമ്മൾ ഈ ബീഡ്സ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ളൊരു പ്രതലത്തിൽ വെക്കുകയാണെങ്കിൽ ബീഡ്സൊക്കെ തെന്നിപ്പോകില്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ചാനൽ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ്. അത് അവിടെ സെറ്റായിരുന്നോളും. വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ഐഡിയകളൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരുപാട് ഡിസൈനുകൾ നമ്മുടെ ഐഡിയ അനുസരിച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. മാല കോർക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിലുള്ള ഡിസൈനുകളൊക്കെ ഈ ബോർഡിൽ ചെയ്ത് നോക്കാം. കളർ കോമ്പിനേഷൻ, അതുപോലെ ഇതിൻ്റെ ബീഡ്സ് തമ്മിലുള്ള സൈസിൻ്റെ ഡിഫറൻസ്, അതൊക്കെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ചിലപ്പോഴൊക്കെ മാല ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തോന്നാറുണ്ട് ഈ ബീഡ്സ് ഇവിടെ വെച്ചാൽ ശരിയായിട്ടില്ല, അതിന് പകരം വേറെ ബീഡ് വെക്കായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോഴേക്കും നമ്മൾ കോർത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവില്ല. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് എളുപ്പമാണ്. ആദ്യം നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള വയറ്, ഗിയർ വയർ എടുത്തിട്ടുണ്ട്. ഗിയർ വയർ നമ്മൾ കുളത്തായിട്ട് സെൻറ്റർ ഭാഗം കെട്ടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബീഡ്സ് കുറച്ച് കോർത്തിട്ടുണ്ട്. ബീഡ്സ് കോർത്തതിന് ശേഷം നമ്മൾ 6 ബീഡ്സ്, പേൾ ബീഡ് 6 mm 6 ബീഡ്സ് കോർത്തിട്ട് നമ്മളൊരു പടി ഉപയോഗിച്ചിട്ടുണ്ട്. പടി 3 ലെയർ പടിയാണ്, 3 ഹോളുള്ളത്. പിന്നെ നമ്മൾ വെച്ചിട്ടുള്ളത് ബീഡ്സ് ക്യാപ്പ് വെച്ചിട്ട് 3 പിങ്ക് ബീഡിട്ട് വീണ്ടും ബീഡ്സ് ക്യാപ്പ് ക്ലോസ് ചെയ്തിട്ട് ശേഷം 6 ബീഡ്സ് പിങ്ക്, ഡാർക്ക് പിങ്ക് ഇട്ട് പിന്നെ വലിയ 8 mm ഒരു ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഡ്സ് ക്യാപ്പ് ഇട്ടതിന് ശേഷം 8 mm ഒരു ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു 4 mm ഒരു ഗോൾഡൻ കളർ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിക്കൊക്കെ ജസ്റ്റ് ഒരു മാല ഇവിടെ ചെയ്യുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ നമ്മൾ മുമ്പ് എടുത്തതിൽ നിന്നും ഓരോ ബീഡൊക്കെ കൂടുതൽ ഇടേണ്ടി വരും രണ്ടാമത്തെ ലെയറിൽ. അതൊക്കെ നമ്മൾ ഈ ബോക്സിൽ സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ ആ ബീഡ് തന്നെ എടുത്തിട്ടാണ് നമ്മൾ കോർക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു മാലയാണ്. ഇങ്ങനെയൊക്കെ ഈ ബോക്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പടി വീണ്ടും നമ്മൾ ലാസ്റ്റും ഉപയോഗിച്ചു. പിന്നെ 6 ബീഡ് ഇട്ട് കൊടുത്തു. പിന്നെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഗിയർ ലോക്ക്. ഗിയർ ലോക്ക് ഇട്ട് പിന്നെ നമ്മൾ ജംപ് റിങ്സ് ഇട്ടതിന് ശേഷം വീണ്ടും ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട്. ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുത്തിട്ട് നമ്മൾ പ്ലെയർ ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഗിയർ ലോക്ക് ഇടുന്നതാണ് നല്ലത് എപ്പോഴും. ഗിയർ ലോക്ക് ഇട്ടാൽ പിന്നെ നമ്മുടെ മാല അവിടെ നല്ല ടൈറ്റ് ആയിരുന്നോളും, പൊട്ടിപ്പോകുമൊന്നുമില്ല. അപ്പോൾ ടാങ്കീസിൻ്റെ നമ്മുടെ വലിപ്പം എടുത്തിട്ടുള്ളത് 36 ഇഞ്ചാണ് നമ്മൾ നീളം എടുത്തിട്ടുള്ളത് ഈ മാലയ്ക്ക്. അതിനെ 2 ലെയറാക്കിയതാണ്. ബാലൻസ് ഭാഗം നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കുന്നുണ്ട്. കയറ്റി നല്ലൊന്ന് വലിച്ചിട്ട് ബാക്കിയൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ആ കട്ട് ചെയ്തിട്ട ഭാഗവും നമ്മൾ ഉള്ളിലോട്ട് വെക്കുന്നുണ്ട്, ബീഡിൻ്റെ ഉള്ളിലോട്ട്. അപ്പോൾ നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട്. ഇത്രേ പണിയുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള എക്യുപ്മെൻ്റൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. വളരെ യൂസ്ഫുൾ ആവും. നമുക്ക് ഇതുപോലെയുള്ള മാലകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ലെയറും നമുക്ക് ഇതുപോലെ ചെയ്യാം. ചില മത്സരങ്ങളിലും അല്ലാതെയൊക്കെ നമുക്ക് മെഷർമെൻറ്റ് തന്നിട്ടൊക്കെ ഇതുപോലെ മാല ചെയ്യാനൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ബോക്സൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇത്രയുള്ള വീഡിയോ. ഓക്കെ, താങ്ക്